റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെയ്താൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, രണ്ടാമത്തേത് ചെയ്താൽ ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും. ഒന്ന് ചെയ്യേണ്ടത് അസ്സുഹുദ് ഫിദ്ദുനിയ ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുകല്ലാഹ്. ഈ ദുനിയാവിൽ കടിച്ചു കയറി ഇവിടെ ആസ്വദിച്ച് ജീവിക്കലാണ് അള്ളാഹും ദീനും അള്ളാഹുവിന്റെ ഖുർആനും നബിയുടെ സുന്നത്ത്. ഇതൊന്നല്ല വിഷയം, ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കലാണ്. ഇതാണ് നിന്റെ ചിന്തയെങ്കിൽ അള്ളാഹു നിന്നെ വെറുക്കും. ഇസ്ഹദ് ഫിദ്ദുനിയ, നിന്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി നീ പരിത്യാഗം ചെയ്താൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതും നീ വിട്ടുകളാ. ജനങ്ങൾ തരണമെന്ന് നീ വിചാരിക്കല്ലേ. ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങൾ വല്ലതും തരണമെന്ന് വിചാരിച്ച് നടന്ന പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ വേറെ പറയണം, എന്നെ പോലത്തെ ഒരു നന്നായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഭയങ്കര നമ്മളെ നാട്ടില് ഉസ്താദുമാരൊക്കെ ചില ഏരിയകളിൽ വേദ പറയാൻ പോയ പോലെ കേടരുന്നാ പറയാ. ഒന്നുമില്ല, മനുഷ്യന്മാരെ നല്ലോണം പൈസ കൊടുത്തിട്ട് കേടരുത്തുന്നു. നമ്മൾ ഒരു പൈസ ഒരു മനുഷ്യൻ തന്നില്ലെങ്കിലും അള്ളാഹുവിന്റെ ദഅവത്ത് ചെയ്യേണ്ട ആളുകളാണ്. മനുഷ്യന്മാര് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ആ നാട്ടിൽ ചെന്ന് വേദ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാ നമ്മള്. പിന്നെ ജനങ്ങൾ സന്തോഷത്തോട് വല്ലതും തന്നു തന്നില്ല, ഇത് രണ്ടും സമാവണമെന്ന ഒരു വിഷയമേ അല്ല. അങ്ങനത്തെ ഒരു ഖൽബ് വേദ പറയുന്നവർക്ക് മുഴുവനും അള്ളാഹു തരുമാറാകട്ടെ. അത് നിങ്ങൾ അവർക്ക് കൊടുക്കാക്കണ്ട കേട്ടോ. എന്റെ കാര്യമല്ല പറയണത്, ബാക്കിയുള്ള ഉസ്താദ്മാർക്കൊക്കെ നിങ്ങൾ കൊടുത്തേക്കണം. പക്ഷേ ഖൽബിൽ അത് വരരുത്. ഉസ്താദ്മാർക്കും വരരുത്, ബാക്കിയുള്ളവർക്കും വരരുത്. നമ്മൾ ചെയ്യുന്നത് പൈസക്കാന്ന് വരരുത്. ഇസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് പ്രതീക്ഷിക്കേ വേണ്ട. നമുക്ക് അള്ളാഹു തരട്ടെ. നമുക്ക് അള്ളാഹു നല്ലൊരു ജോലിയോ നല്ലൊരു കച്ചവടമോ മറ്റേതെങ്കിലും വഴി അള്ളാഹു അൽഹംദുലില്ലാഹ് പൈസ ജനങ്ങൾ എന്നിട്ട് എന്ത് തീരാൻ? നമ്മുടെ കടം തീരോ? നമ്മുടെ പ്രയാസം തീരോ? ഒന്നും തീരൂല. അള്ളാഹു നമുക്ക് തരട്ടെ. ഞാൻ എന്റെ റബ്ബിലേക്ക് എന്റെ വിഷയം പറയാണ്. മനുഷ്യരുടെ കയ്യിൽ നിന്ന് കിട്ടാനല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ആളുകൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ മഹല്ലിൽ നിങ്ങളെ ആളുകൾക്ക് ഇഷ്ടമാണ്. ഇസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് പ്രതീക്ഷിക്കല്ലേ. അത്യാർത്ഥി, അത് ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്നാണെങ്കിലോ വാപ്പാന്റെ കയ്യിൽ നിന്നോ അതൊന്നും പ്രതീക്ഷിക്കേണ്ട. അള്ളാഹുവിനോട് പറയും, പടച്ച തമ്പുരാൻ ഒരു വഴി തരും. ഇങ്ങനെ മനുഷ്യൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് പിശാച് വരുത്തി വെക്കുന്ന വഴിയാണ്. അത് പിശാചിന്റെ 10ാമത്തതും ഏറ്റവും മോശപ്പെട്ടതും മനുഷ്യന്റെ സോഷ്യൽ ലൈഫ് തകർക്കുന്നതും ഇതാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ. യുഹിബ്ബുകന്നാസ്, നിങ്ങളെ ജനങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഞാൻ എന്റെ റബ്ബ് പറഞ്ഞു കൊടുത്ത അതിന് ഒരു പ്രയാസം വന്നു, ഞാൻ വട്ടിപ്പലിശക്ക് പോകൂല. ഒരു ബുദ്ധിമുട്ട് വന്നു, കടത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്, ഞാൻ പലിശക്ക് ലോൺ എടുക്കാൻ പോകൂല. ഞാൻ അള്ളാഹിനെ സൂക്ഷിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു പരിഹാരം തരുന്നുണ്ട്. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. ഈ തവക്കുൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും പിശാച് ഈ ദുർബോധനം ചെയ്താൽ. ഇങ്ങനെ 10 വഴിയിലൂടെയാണ് പിശാച് മനുഷ്യനെ സമീപിക്കുന്നത്.